പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ പേരിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാമെന്ന് കരുതി പാർലമെന്റിൽ ബഹളമുണ്ടാക്കാൻ വന്ന കോൺഗ്രസിന് ഇപ്പോൾ കണ്ടകശനിയാണ്. ഭരണപക്ഷത്തിരുന്നപ്പോൾ എത്രത്തോളം അഴിമതിക്കാരായിരുന്നു എന്നും പ്രതിപക്ഷത്തിലിരിക്കുമ്പോൾ എത്രത്തോളം ഗതികെട്ടവരാണെന്നും രാഹുൽ ഗാന്ധിയും കൂട്ടരും ഒരേ സമയം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളുടെ ഭാവിയുമായി കളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി പബ്ലിക് എക്സാമിനേഷൻസ് ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് കോൺഗ്രസിനെ അടിമുടി വലിച്ചു കീറിയത്. മോദി സർക്കാരിനെ വിമർശിക്കാൻ വന്ന കോൺഗ്രസുകാരുടെ മുഖത്ത് നോക്കി UPA ഭരണകാലത്ത് നടന്ന പേപ്പർ ചോർച്ചകളുടെ വലിയൊരു ലിസ്റ്റ് തന്നെ മന്ത്രിസഭയിൽ അക്കമിട്ട് നിരത്തി. 2009 റെയിൽവേ, ബംഗാൾ JEE, 2011 AIE, 2012 എയിംസ് തുടങ്ങിയ ആ ലിസ്റ്റ് അങ്ങനെ നീളുകയാണ്. UPA കാലത്തെ ചോർച്ചകളുടെ മുഴുവൻ ലിസ്റ്റ് വായിക്കാൻ നിന്നാൽ ഈ ബില്ലിൽ ചർച്ച നടത്താൻ സമയം തികയില്ല എന്ന മന്ത്രിയുടെ പരിഹാസം കൂടിയായപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ തൊലി ഉരിഞ്ഞു. സത്യത്തിൽ ഇപ്പോൾ രണ്ട് കവളത്തും മാറി മാറി അടി വാങ്ങുന്ന ഗതികേടിലാണ് കോൺഗ്രസ് നേതൃത്വം. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ CJP ഡൽഹിയിൽ സമരം തുടങ്ങിയപ്പോൾ ആദ്യം അതിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പിന്നീട് അവർക്ക് വമ്പൻ മീഡിയ മൈലേജ് കിട്ടുന്നു എന്ന് കണ്ടപ്പോൾ ഞെരിപിരി കൊള്ളുകയായിരുന്നു. CJP തങ്ങളുടെ പ്രതിപക്ഷ സ്ഥാനം തട്ടിയെടുക്കുമോ എന്ന ഭയം വന്നതോടെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് കരുതി കോൺഗ്രസ് നടത്തിയ പ്രഹസനം രാജ്യം മുഴുവൻ കണ്ടതാണ്. CJPയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ ഈഗോ സമ്മതിക്കാത്തത് കൊണ്ട് മല്ലികാർജുൻ ഖാർഗെയുടെ ജന്മദിന പാർട്ടിക്ക് വന്ന കുറച്ച് നേതാക്കളെയും കൂട്ടി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു വിലാപയാത്ര നടത്തി നോക്കി. എന്നാൽ ഡൽഹി പോലീസ് അത് 4 മടക്കി കയ്യിൽ കൊടുത്തു. അന്ന് റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ CID മൂസ സിനിമയിൽ സലീം കുമാറിനെ മെന്റൽ ഹോസ്പിറ്റലുകാർ വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ പോലീസുകാർ പൊക്കിയെടുത്ത് കൊണ്ടുപോയത് അതൊക്കെ കണ്ട് നമ്മൾ ചിരിച്ചതാണ്. പക്ഷേ കേരളത്തിലെ മാപ്പുകൾക്ക് അന്ന് ജനാധിപത്യം വലിച്ചിഴക്കപ്പെട്ട ദിവസമായിരുന്നു. ഇതുപോലെ റോഡിലൂടെ വലിച്ചെറിക്കപ്പെട്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടും ഒക്കെ തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും എന്തിന് മമതയും കെജ്രിവാളും ഒക്കെ നേതാക്കളായത്. അല്ലാതെ അവരാരും രാഹുലിനെ പോലെ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച് പ്രായപൂർത്തിയായപ്പോൾ ആരും പിടിച്ച് നേരെ അങ്ങ് നേതാവിന്റെ കസേരയിൽ പിടിച്ച് അവരോധിച്ചതല്ല. കോൺഗ്രസ് ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ എത്ര നിർഗുണമാണെന്ന് CJP തെരുവുകളിൽ തെളിയിച്ചപ്പോൾ അവർ ഭരണത്തിലിരുന്നപ്പോൾ എത്ര വലിയ ദുരന്തമായിരുന്നു എന്ന് BJP ഇപ്പോൾ പാർലമെന്റിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 1992 2010 ഉയർന്നു വന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന ആശയം നടപ്പിലാക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസ് ആണ് 2017 അത് യാഥാർത്ഥ്യമാക്കിയ മോദി സർക്കാരിനെ വിമർശിക്കാൻ വരുന്നത്. എന്തായാലും പരീക്ഷാ മാഫിയകൾക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ പിഴയും ഉറപ്പാക്കുന്ന കർശന വ്യവസ്ഥകളോടെയും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഉൾപ്പെടുത്തിയും ഒക്കെയാണ് പുതിയ ബിൽ വരുന്നത്. BJPക്ക് ഇന്ത്യയിൽ ഒരു ബദൽ ഉണ്ടെങ്കിൽ അതൊരിക്കലും കോൺഗ്രസോ ഇന്ത്യ സഖ്യമോ അല്ലെന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഈ സംഭവ വികാസങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളം.